കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് സേഫ്റ്റികളാണ്. കഴിഞ്ഞ വീഡിയോ വരെ സംസാരിച്ചത് സേഫ്റ്റിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നാലാമത്തെ മൊഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം നാലാമത്തെ മൊഡ്യൂൾ നമ്മൾ 2 കഷ്ണമാക്കിയിരുന്നു, പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട്. സിലബസിൽ അങ്ങനെയല്ല. അപ്പം നമ്മൾ ആ ഒരു മൊഡ്യൂളിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യമാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ടോട്ടലി നമ്മൾ ഡിസ്കസ് ചെയ്തത് സേഫ്റ്റിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. സേഫ്റ്റി റിലേറ്റഡ് പാരാമീറ്റേഴ്സും ടോപ്പിക്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ്. രണ്ടാമത്തെ പാർട്ടിലെ ഒരു ടോപ്പിക്കാണ് ഓൺട്രപ്രണർഷിപ്പ്. സ്വയം സംരംഭം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മലയാളത്തിൽ. സ്വന്തമായി നമ്മൾ ഐഡിയകൾ ഉപയോഗിച്ച് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നതിനെ സിംപ്ലി നമുക്ക് ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി സംസാരിക്കാം. കൃത്യമായി എന്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഭാഗമായി എന്താണ് ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ നോക്കാം. ദ ഇൻഡിവിജ്വൽ, അതൊരു വ്യക്തിയാണ്. ഹൂ ടേക്സ് ദ ഇനീഷ്യേറ്റീവ് ടു എസ്റ്റാബ്ലിഷ് ദ ബിസിനസ്, ഒരു ബിസിനസ് കൊണ്ടുവരുന്നതിന്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഇനീഷ്യേഷൻ, ഒരു തുടക്കം കുറിക്കുന്ന ഒരു വ്യക്തി. ആൻഡ് വർക്ക് ഫോർ ദംസെൽസ്, അവർ ജോലി ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അത്തരം ആൾക്കാരെ നമുക്ക് എന്ത് വിളിക്കാം? ഓൺട്രപ്രണർ എന്ന് വിളിക്കാം. അതായത് ഒരു കച്ചവടക്കാരൻ. ഓക്കെ, ഒരു ബിസിനസ് മാൻ. പക്ഷെ ബിസിനസ് മാൻ എന്നുള്ള ഇതിനേക്കാൾ ഉപരി ഒരു ഓൺട്രപ്രണർഷിപ്പ് പറഞ്ഞാൽ ഒരു പുതിയ ഐഡിയാസൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കാം. അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു ഐഡിയയെ, നിലനിൽക്കുന്ന ഒരു ബിസിനസ്സിനെ പുതിയ ഐഡിയയിലൂടെ അവതരിപ്പിക്കുന്ന ഒരു രീതിയായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയെ ചെയ്യുന്നത് ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ട നേതൃത്വം കൊടുക്കുക, അല്ലെങ്കിൽ ഇനീഷ്യേഷൻ കൊടുക്കുക, ഒരു തുടക്കം കൊടുക്കുക. അവർ ചെയ്യുന്ന തുടക്കം ആർക്ക് വേണ്ടിയിട്ടാണ്? അവർക്ക് വേണ്ടിയിട്ട് തന്നെ. വർക്ക് ഫോർ ദംസെൽസ് ഈസ് നോൺ ആസ് എൻ ഓൺട്രപ്രണർ. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഡൂയിങ് ന്യൂ തിങ്സ് ഓർ ഡൂയിങ് തിങ്സ് ദാറ്റ് ഓൾറെഡി ബീങ് ഡൺ ഇൻ എ ന്യൂ വേ. ഒന്നുകിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഉള്ള കാര്യം തന്നെ, ഓൾറെഡി ഉള്ള കാര്യം തന്നെ പുതിയ ഐഡിയയിലൂടെ, പുതിയ വഴികളിലൂടെ അത് ചെയ്തു തീർക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്തു തീർക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയാം. ഈ ഓൺട്രപ്രണറാണ് എന്ത് ചെയ്യുന്നത്? ഓൺട്രപ്രണർഷിപ്പ് ചെയ്യുന്നത്. ഒരു ബിസിനസ് മാൻ എന്നുള്ളത് നമുക്ക് 100% പറയാൻ കഴിയില്ല. ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കച്ചവടമാണ്. പക്ഷെ ഓൺട്രപ്രണർഷിപ്പിൽ നമ്മളൊരു പുതിയ ഐഡിയാസ്, അല്ലെ, അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യം പുതിയ വഴിയിലൂടെ ഒരു പുതുമ അതിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു സ്വയം സംരംഭം, അതിലൊരു എന്തോ ഒരു എഫക്റ്റ് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള ഒരു ഭാഗത്തോടു കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നു വരേണ്ടത്, ഒരു IMS പഠിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മൾ എന്തിനാണ് ഓൺട്രപ്രണർഷിപ്പ് പഠിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എൻജിനീയേഴ്സാണ്. നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. ഒരു ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് പേഴ്സൺസ് ആണ്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സേഫ്റ്റി, ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുമ്പോൾ സേഫ്റ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ ഫീൽഡിൽ ഒരുപാട് പോസിബിലിറ്റീസ് കിടക്കുന്ന ഒന്നാണ്. ഓരോ ദിവസവും ടെക്നോളജി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഐഡിയാസും പുതിയ കച്ചവട രീതികളും, അല്ലെങ്കിൽ കച്ചവട രീതി മീൻസ് നമ്മൾ ചെയ്യാൻ പോകുന്ന കച്ചവടം, ബിസിനസ് പുതിയ വഴികളിലൂടെ കൊണ്ടു നടക്കാനൊക്കെ ഒരു ടെക്നിക്കൽ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നമുക്കുള്ള സാധ്യതകൾ അവിടെ കൂടുതലാണ്. അതുകൊണ്ട് അത്തരം രംഗത്തേക്ക് കടന്നു വരാൻ നമുക്ക് അവിടെ ഒരു അവസരം കിടക്കുന്നുണ്ട്. സോ ആ അവസരം ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള ആ ഒരു പിക്ചറിലേക്ക് നമുക്ക് നടന്നു കയറേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ ഒരു എഞ്ചിനീയർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നമുക്ക് വളരെ സഹായകമാകുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് IMSൻ്റെ ഭാഗമായി നാലാമത്തെ മൊഡ്യൂളിൽ സേഫ്റ്റിയിൽ മാത്രം ഒതുക്കാതെ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള ഒരു ഭാഗം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാക്കാം. ഓൺട്രപ്രണറിൻ്റെ ഒരു പ്രൊഫൈൽ, അവനക്ക് വേണ്ട കാര്യങ്ങൾ. ഓൺട്രപ്രണർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. സോ ഒരു ഓൺട്രപ്രണറിനെ സംബന്ധിച്ചുള്ള പ്രൊഫൈല് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഹാർഡ് വർക്ക് ആയിരിക്കണം. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നു അത്രത്തോളം ഇത് ഔട്ട്പുട്ട് വരും. അത്രത്തോളം ഷോർട്ട് ഡ്യൂറേഷനിൽ നമുക്ക് സക്സസ് റീച്ച് ചെയ്യാൻ സാധിക്കും. സോ അതൊക്കെ ഹാർഡ് വർക്കിൻ്റെ ഭാഗമാണ്. ഒരു ഓൺട്രപ്രണറിന് വേണ്ട ഒന്നാമത്തെ ഒരു ക്വാളിറ്റി, ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് ആണ്. ദെൻ ഡിസയർ ഫോർ ഹൈ അച്ചീവ്മെൻറ്റ്, ഉന്നതമായിട്ടുള്ള
വിജയ സാധ്യത അല്ലെങ്കിൽ നേട്ടങ്ങൾ, അച്ചീവ്മെന്റ് എന്ന നേട്ടമാണ്. ഉന്നതമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ആ ഒരു നമുക്ക് അണയാത്ത ആ ഒരു താല്പര്യം ഉണ്ടല്ലോ, ഡിസയർ, അതൊരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം, എലോൺ മസ്ക് എന്നുള്ള ഒരു ബിസിനസ്മാനെ നിങ്ങൾക്കറിയാം. എലോൺ മസ്ക് സ്പേസ് എക്സ് എന്നുള്ള ഒരു അമേരിക്കൻ സ്പേസ് കമ്പനിയുടെ ഒരു തലപ്പത്തിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നത്, ഒരു പക്ഷേ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ ഇതൊക്കെ സാധ്യമാവോ എന്ന് പോലും നമുക്കൊരു ചില ആൾക്കാർ പുച്ഛഭാവത്തോടെങ്കിലും അല്ലെങ്കിൽ ഒരു അവിശ്വസനീയമായ രീതിയിലെങ്കിലും ചിന്തിക്കുന്ന പല ഐഡിയാസാണ്, പല കോൺസെപ്റ്റാണ്. ഇപ്പോൾ ചൊവ്വയിലൊക്കെ നമുക്ക് മനുഷ്യന് അവിടെ ഒരു മനുഷ്യവാസത്തിന് യോഗ്യമാക്കി മാറ്റാനുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വസിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ചൊവ്വ എന്ന് തന്നെയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, കുറച്ച് മുന്നേ വായിച്ചൊരു വാർത്തയാണ്. അവിടെ മനുഷ്യന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കംഫർട്ടബിൾ സോണിലായിരിക്കണം. അപ്പോൾ ടെമ്പറേച്ചർ കുറവാണ്. സോ ഒരു അണുബോംബ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചറിൽ വ്യതിയാനം വന്ന് മനുഷ്യന് വസിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ടെമ്പറേച്ചറിൻ്റെ സിറ്റുവേഷൻസ് അവിടെ വരുമെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുമ്പോൾ, ഒരു സാധാരണ വ്യക്തി എന്ന രീതിയിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അണയാത്തൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമാണത്, അല്ലേ? അതായത് നേടിയെടുക്കണം എന്നുള്ള ഹൈ അച്ചീവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസയറാണ്. അപ്പോൾ ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സ്പേസ് മേഖലയിൽ ഒരു പ്രൈവറ്റ് ഏജൻസി എന്ന രീതിയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഹൈപ്പർ ലൂപ്പ് എന്നുള്ള സംവിധാനം ലോകത്ത് വരുന്നുണ്ട്. ഹൈപ്പർ ലൂപ്പ് ഒക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കണം. ഒരുപാട് സാധ്യതകളുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് ആക്ച്വലി ഹൈപ്പർ ലൂപ്പ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സെമിനാറിൻ്റെ ഭാഗമായിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതൊക്കെ ഒരു മനുഷ്യൻ്റെ, ഒരു ഓണ്ടർപ്രണറുടെ ഡിസയർ ഫോർ ഹൈ അച്ചീവ്മെൻ്റ് ആണ്, അല്ലേ? എനിക്കൊരു ഡ്രീമാണെന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളൊക്കെ ഈ പോയിന്റിന് എത്രത്തോളം യോജിക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കോൺസെപ്റ്റിലൂടെ നടന്ന് നീങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമത്തെ ഹൈലി ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ, അല്ലേ, എന്തിൻ്റെ അർത്ഥം? ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസമാണ്. ഹൈലി എന്നുള്ള വാക്ക് എൻ്റെ കൂടെ ചേർത്തുമ്പോൾ മനസ്സിലായി, ആ ശുഭാപ്തി വിശ്വാസം എത്രത്തോളം ഉന്നതിയിലായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യണം, ഡീൽ ചെയ്യണം എന്നുള്ളതാണ് ഹൈലി ഓപ്റ്റിമിസ്റ്റിക് എന്നുള്ള വാക്കുകൊണ്ട് ഒരു ഓണ്ടർപ്രണർക്ക് വേണ്ട പ്രൊഫൈൽ എന്ന രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗം. ദെൻ അടുത്ത് ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രമായി നിൽക്കാനുള്ള ഒരു ചിന്ത. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഒരു ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളിലും ഒരു സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി, സ്വതന്ത്ര വ്യക്തിത്വം എന്നുള്ള രീതിയിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, ഇൻഡിപെൻഡൻസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലിമിറ്റില്ല. എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അത്രത്തോളം അവിടെ എന്തുണ്ട്, നമ്മുടെ ലിമിറ്റ് നമുക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ദെൻ ഗുഡ് ഫോർസൈറ്റ്, അല്ലേ? ഒരു നല്ലൊരു കാഴ്ച നമുക്ക് വേണം. മുന്നോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിൽ നല്ലൊരു വിഷൻ, ഒരു മുൻധാരണ, അല്ലേ? മുൻധാരണ മീൻസ് ഇനി പോകാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ നമ്മളൊരു നമുക്കിടയിലുള്ള കഴിഞ്ഞ നിങ്ങളൊരു സീനിയർ എന്നോട് സംസാരിച്ച ഒരു ടോപ്പിക് ഉണ്ട്. ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു വിദ്യാർത്ഥി എന്ന രീതിയിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഇലക്ട്രിക്കൽ കാറുകളുടെ വിപണിയെ സംബന്ധിച്ചുള്ള ഒരു ചിന്തകളാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വർക്കുകൾ അദ്ദേഹം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എന്താ കാരണം? ഒരു പക്ഷേ ഇപ്പോൾ അതിന് വേണ്ടത്ര ഒരു പ്രചാരം ലഭിച്ചില്ലെങ്കിലും നമുക്കറിയാം, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഫോർസൈറ്റ് ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, അല്ലേ, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു പാരമ്പര്യമുള്ള ഒരുപാട് വർഷമായിട്ട് ഇലക്ട്രിക്കൽ ഓട്ടോമൊബൈൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്ന രീതിയിലേക്ക് എൻ്റെ കമ്പനി വരും. അതുകൊണ്ട് ഇപ്പോൾ ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്നുള്ളതല്ല, ഇപ്പം ഞാൻ തുടങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയൊരു കാര്യം, ഒരു ഓണ്ടർപ്രണർക്ക് വേണ്ട പ്രൊഫൈലാണ്. ആ പ്രൊഫൈലാണ് ഈ പറഞ്ഞത് ഗുഡ് ഫോർസൈറ്റ്. ദെൻ ഗുഡ് ഓർഗനൈസർ, അല്ലേ? നമുക്ക് ഈ വിഷനൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് ഈ വിഷനൊക്കെ, ഈ ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ നേടിയെടുക്കാനുള്ള ഡിസയറൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത്
നമുക്ക് ഒരുപാട് മെഷീൻസ് വേണം, നമുക്ക് ഒരുപാട് തൊഴിലാളികൾ വേണം, അതിന് നമുക്കൊരു നല്ലൊരു നെറ്റ്വർക്ക് വേണം. ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ഓർഗനൈസർ ആയിരിക്കണം, അതേപോലെ ഒരു ഇന്നോവേറ്റീവ് ആയിരിക്കണം, പുതിയ പുതിയ ഐഡിയകളും പുതിയ പുതിയ ചിന്താഗതികളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഒരു ഓണ്ടർപ്രണർ. ദെൻ നമുക്ക് അടുത്ത് സംസാരിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ഓണ്ടർപ്രണർ ആണ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് നടക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യമാണ് മാനേജ് ബിസിനസ് ആൻഡ് ടേക്ക് ഡിസിഷൻസ്. നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് കൈകാര്യം ചെയ്യണം, തീരുമാനങ്ങളൊക്കെ എടുക്കണം. തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, എന്നിരുന്നാലും അതിന് നല്ല വില ഉണ്ട്. സോ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ആർക്ക് വേണം? ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. സ്റ്റഡി ദ മാർക്കറ്റ് ആൻഡ് സെലക്ട് ദ പ്രോഫിറ്റബിൾ ബിസിനസ്. മാർക്കറ്റിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കി പഠന വിധേയമാക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ബിസിനസ്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഒരു ഓണ്ടർപ്രണർക്ക് വേണ്ട ഒരു കാര്യമാണ് സെലക്ട് ദ പ്ലാൻ സൈസ്. ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ ഒരു പ്ലാന്റ് നമുക്ക് വേണം. ആ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചും നമ്മുടെ സ്റ്റേറ്റസിനനുസരിച്ചും നമ്മുടെ ആ ഒരു സപ്പോർട്ടീവ് ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചുള്ള ഒരു പ്ലാന്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് കൊക്കിലൊതുങ്ങണം. എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റി മനസ്സിലാക്കണം, പഠിക്കണം. എനിക്ക് അനുയോജ്യമായത് ഈ ഒരു പ്ലാന്റാണ്, ഈ ഒരു സൈസാണ്. ഓക്കെ, ദെൻ സെലക്ട് പ്ലാന്റ് സൈറ്റ്. ഓക്കെ, നമ്മുടെ സൈറ്റുകൾ പലതരത്തിലുണ്ടാവും. ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബിസിനസ് എംബഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്തായിരിക്കണം നമ്മുടെ സൈറ്റ് വേണമെന്നുണ്ടാവും. ചിലപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൂടുതലുള്ള സ്ഥലത്തായിരിക്കണം എന്നായിരിക്കും നമ്മുടെ സൈറ്റിൻ്റെ പ്രത്യേകത. അങ്ങനെ ഓരോ ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചും ആ പ്ലാന്റിൻ്റെ സൈസ്, ആ പ്ലാന്റിൻ്റെ സൈറ്റ്, ആ പ്ലാന്റ് നിലനിർത്തേണ്ട സ്ഥലം, ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. ദെൻ ഓർഗനൈസ് ദ സെയിൽസ് ആൻഡ് ഹോൾഡ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് പിടിച്ചു നിർത്തുക എന്നുള്ളതും കച്ചവടത്തെ അല്ലെങ്കിൽ വിൽപ്പനയെ ഓർഗനൈസ് ചെയ്യുക, കൈകാര്യം ചെയ്യുക എന്നുള്ളതും ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വേണ്ട ഒരു ഫങ്ഷനാണ്, അവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രൊമോട്ട് ന്യൂ ഇൻവെൻഷൻസ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ രീതികളൊക്കെ പ്രൊമോട്ട് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുവരിക. അത് പരസ്യങ്ങളിലൂടെയും ഏത് തരത്തിലാണെങ്കിലും നമ്മുടെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി ബിസിനസ് രംഗത്ത് അത് നിലനിർത്തുക, അതിനെ ഉയർത്തി ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ദെൻ നമുക്കറിയാം അടുത്തൊരു പോയിന്റ്, കോർഡിനേറ്റ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രൊഡക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു പ്രൊഡക്ഷൻ നമുക്കറിയാം ഒരു പ്രോസസ്സിലൂടെ മാത്രം കടന്നു വരുന്ന ഒന്നല്ല, പല പ്രോസസ്സിലായി നമുക്ക് അതിന് ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം. സോ പല ഫാക്ടേഴ്സും ഒരു പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യകത ഉണ്ട്. എങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ പ്രോസസ്സ് എഫിഷ്യൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. സോ ആ ഒരു പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാരാമീറ്ററാണ്, ഒരു ഫംഗ്ഷനാണ്. ദെൻ അറേഞ്ച് റോ മെറ്റീരിയൽസ്, മെഷീനറി ആൻഡ് ഫിനാൻസ്. കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ പ്രൊഡക്ഷന് വേണ്ട മെറ്റീരിയൽസിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്, അതാണല്ലോ അതിൻ്റെ ഒരു ഇൻപുട്ട്, നമ്മുടെ കയ്യിൽ വേണത്. ദെൻ മെഷീനറി, ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് എഫിഷ്യൻ്റായിട്ട് എഫിഷ്യൻ്റായിട്ട് നമുക്കത് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നൗ ഡേയ്സ് നമുക്ക് എന്ത് വേണം? വി നീഡ് ലോട്ട് ഓഫ് മെഷീനറീസ്, അല്ലേ? സോ മെഷീനറി നമ്മളെ കയ്യിൽ വേണം. അതേപോലെ തന്നെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ആണെങ്കിൽ അത് വളരെ ബെറ്ററാണ്. ദെൻ ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ്. അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഫംഗ്ഷനാണ്. ദെൻ ഡിസ്ട്രിബ്യൂട്ട് വേജസ് ഓഫ് ലേബേഴ്സ് ഇൻട്രസ്റ്റ് ടു ദി ക്യാപിറ്റലിസ്റ്റ് എക്സെട്ര. അതായത് തൊഴിലാളികൾക്കുള്ള വേതനം കൊടുക്കുക എന്നുള്ളത്. അതേപോലെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ നമുക്കുള്ള മൂലധനം തന്ന വ്യക്തികൾ, ക്യാപിറ്റലിസ്റ്റ്,
ഇത്തരം ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ആൾക്കാർ മീൻസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. ഒരു ബാങ്ക് ആണെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് നമ്മളെ ക്യാപിറ്റൽ കണ്ടെത്തുന്നെങ്കിൽ ആ ബാങ്കിന് വേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. അപ്പം അതൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അത്തരം രീതിയിൽ ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ ഷെയർ ഹോൾഡ് ചെയ്യാറുണ്ടാവും. അപ്പോൾ നമ്മളെ ഇൻഡസ്ട്രിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും അവർക്ക് വേണ്ടി വരിക, അവർക്ക് ഇൻട്രസ്റ്റ് അല്ല വേണ്ടി വരിക. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഏത് വഴികളിലൂടെയാണോ നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ കണ്ടെത്തുന്നത് അവർക്ക് വേണ്ട പ്രതിഫലം കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വേജ് കൊടുക്കുക എന്നുള്ളത് അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. സോ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് ഒരു ഓൺട്രപ്രണറുടെ ഫങ്ഷനാണ്. അതേപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ് നമ്മളൊരു സ്വയം സംരംഭത്തിലേക്ക് എല്ലാവരും കടന്നു വരാറില്ല. അല്ലെങ്കിൽ ഈ ഒരു ഓൺട്രപ്രണറിനെ നമ്മൾ വലിയൊരു സംഭവമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓൺട്രപ്രണർഷിപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം റിസ്ക് ആണ്. ഈ റിസ്ക് ടേക്കിംഗ് ക്വാളിറ്റീസ് ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു മനോഭാവം. അപ്പോൾ ആ റിസ്ക് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഒരു ഓൺട്രപ്രണർക്ക്. എന്തും ലീഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ്, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കണം ഓരോ ഓൺട്രപ്രണറും. പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്, ഒരു പ്രോബ്ലം നമ്മൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡിസൈനിങ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. ഏതൊരു പ്രോബ്ലംസ് മുന്നിൽ വന്നാലും നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി, ഒരു എബിലിറ്റി, കഴിവുണ്ടായിരിക്കണം. റിസ്ക് ടേക്കിംഗ് എബിലിറ്റീസ്, റിസ്ക് ഏറ്റെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഹൈ ലെവൽ ഓഫ് മോട്ടിവേഷൻ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന നമുക്കറിയാം ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ ഒരു കൂട്ടമായി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പരിമിതി വളരെ കുറവാണ്. പരിമിതി ഇല്ലാതെ തന്നെ വേണമെങ്കിൽ പറയാം, ഒരു കൂട്ടം കൂടിക്കഴിഞ്ഞാൽ. സോ അവരെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ലീഡർ എന്ന രീതിയിൽ ഒരു ഓൺട്രപ്രണറുടെ ഒരു റിസ്ക് ടേക്കിംഗ് ക്വാളിറ്റിയുടെ ഭാഗമാണ്. ദെൻ ഫ്ലെക്സിബിലിറ്റി, എല്ലായിടത്തും ഇടപഴകാനും കൈകാര്യം ചെയ്യാനുള്ള അവൻ്റെ ആ ഒരു വഴക്കം അല്ലേ, ഫ്ലെക്സിബിലിറ്റി കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഇൻഡിപെൻഡൻസ് തോട്ട് ആൻഡ് ആക്ഷൻസ്, നമ്മളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ടേക്കിംഗ് ക്വാളിറ്റിയുടെ ഭാഗമാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ക്രിയേറ്റിവിറ്റി, നമുക്ക് എന്തൊന്നും കൂടി സംസാരിക്കേണ്ട ആവശ്യമില്ല. പേഷ്യൻസ്, ക്ഷമ അല്ലേ. അപ്പം ഇത്രയും 10 പോയിന്റ് ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റിസ്ക് റിസ്ക് ഏറ്റെടുക്കാനുള്ള ക്വാളിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യത്തിലൂടെ കടന്നു പോയിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒരു ഓൺട്രപ്രണർക്ക്. ഇനിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യങ്ങൾ. ഫാക്ടറി ആക്ട് പറഞ്ഞ പോലെ റിസ്ക് ടേക്കിംഗ് ക്വാളിറ്റി, അതേപോലെ സ്റ്റുഡൻറ് ഓൺട്രപ്രണർ എന്നുള്ള ഈ ടോപ്പിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിരന്തരം എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് സ്റ്റുഡൻറ് ഓൺട്രപ്രണർ അല്ലേ? ഓൺട്രപ്രണർ എന്താ നമ്മൾ പഠിച്ചു. ഇതൊരു വിദ്യാർത്ഥി ആയാൽ എന്താവും സ്ഥിതി, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് എന്തുകൊണ്ട് തിരിയണം, എന്ത് സപ്പോർട്ടാണ് നമ്മുടെ ഭരണകൂടങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിപ്ലോമ എന്നുള്ളത് നിങ്ങളൊരു ഫോർമൽ എഡ്യൂക്കേഷനാണ്. അതേപോലെ ഏതൊരു വിദ്യാഭ്യാസം ആയിക്കോട്ടെ, നമുക്ക് 2 വഴികളാണുള്ളത്, 2 കരിയർ ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് വേജ് എംപ്ലോയ്മെൻറ്റ്, ഒന്ന് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഒന്ന് സ്വയം തൊഴിൽ കണ്ടെത്തുക, അത് നമ്മൾ സ്വയം തൊഴിൽ നമുക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുക. ഒരു ബിസിനസ് എന്നുള്ളത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളത് ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. വേജ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓഫീസിൽ പോയി ജോലി ചെയ്യുക, മറ്റൊരു കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അത് നമുക്കറിയാം, വേജ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് അതേപോലെ പ്രൈവറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നമ്മളൊരു വേജിന് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ ഇൻകം ജനറേഷൻ ഈസ് ലിമിറ്റഡ്. നമുക്ക് വരുന്ന വരുമാനം അത് ഫിക്സഡ് ആയിരിക്കും. മാസം ഇപ്പോൾ 60,000 രൂപ സാലറി എന്ന് പറഞ്ഞാൽ അത് 60,000 സാലറി. അതിനൊരു എന്താ പറയുക, ഒരു ഇൻകം ജനറേഷൻ എന്താണ്, ലിമിറ്റഡ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ ഏർണിംഗ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയാലും ഒരു ഓൺട്രപ്രണർഷിപ്പ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇൻകം എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല, അതിനേക്കാൾ കൂടുതലായിരിക്കാം.
സോ ഇൻകം ഈസ് അൺലിമിറ്റഡ് ആൻഡ് ഫ്ലെക്സിബിൾ. അതേപോലെ തന്നെ അതിൻ്റെ റിസ്ക് അത് ഇതേപോലെ തന്നെ അൺലിമിറ്റഡ് ആണ്. പക്ഷേ ആ റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് കടന്നു ചെല്ലാം. ഓക്കെ, നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട് അല്ലേ, തൊഴിലില്ലാത്തൊരവസ്ഥ. എല്ലാ വിദ്യാർത്ഥികളും എസ്പെഷ്യലി എൻജിനീയേഴ്സ് നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ മറ്റു ഓഫീസസിലോ പെട്ടെന്ന് ജോലി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് ഓണ്ടർപ്രണർ ഡെവലപ്മെൻറ്റ്. ഓണ്ടർപ്രണറെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക, ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് എഞ്ചിനീയേഴ്സിനും അതേപോലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടിയ ഒരു സാഹചര്യത്തിലും ഓണ്ടർപ്രണർ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ എല്ലാ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനെയും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എന്ന് എടുത്ത് പറയുന്നത് നമ്മളൊരു എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലൂടെ മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളാണ്. അപ്പം നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന് ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഓണ്ടർപ്രണർ ആവാൻ വേണ്ടി എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ഒരുപാട് സാധ്യതകൾ അവിടെ കിടക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അതിനു വേണ്ട സഹായങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അത് നോക്കാം. ടു എൻകറേജ് സ്റ്റുഡൻസ് ഓണ്ടർപ്രണർ, കേരള ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെൽസ്. ഒരു വിദ്യാർത്ഥി സ്വയം സംരംഭകനെ, അതായത് സ്റ്റുഡൻറ് ഓണ്ടർപ്രണറെ എൻകറേജ് ചെയ്യാൻ വേണ്ടി, അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കേരള സ്റ്റേറ്റ് ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെൽസ്. ഇങ്ങനെ ഒരു വിഭാഗത്തെ നമ്മുടെ സംസ്ഥാന സർക്കാർ പണ്ട് മുതലേ ഒരുക്കി വെച്ചിട്ടുണ്ട്. പല കോളേജുകളിലും, നമ്മുടെ സ്റ്റേറ്റിൻ്റെ പല കോളേജുകളിലും ഇത്തരം ഒരു സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സെല്ലിലൊക്കെ നോഡൽ ഓഫീസേഴ്സ് ഉണ്ട്, അതായത് ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഓഫീസേഴ്സ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ നോഡൽ ഓഫീസേഴ്സ് ഇത്തരം കോളേജുകളിൽ ഒരു ഓണ്ടർപ്രണർ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും, അവനക്ക് വേണ്ട എൻകറേജ്മെൻറ്റിൻ്റെ ഭാഗമായി ഒരുപാട് ട്രെയിനിങ് നടത്തുന്നുണ്ടാവും, പല വർക്ക്ഷോപ്പും വെക്കുന്നുണ്ടാവും. ഈ വർക്ക്ഷോപ്പിലൂടെ ഒരു സ്റ്റുഡൻറ് ഓണ്ടർപ്രണറെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യലാണ് ഈ നോഡൽ ഓഫീസറുടെ ഡ്യൂട്ടി. അപ്പോൾ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ നോഡൽ ഓഫീസറുടെ സഹായത്തോടു കൂടി നമുക്ക് നമ്മുടെ ഐഡിയാസൊക്കെ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് ഒരു സ്വയം സംരംഭകനായി ഒരു ഓണ്ടർപ്രണറായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനെ ഒരു വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു അറിവാണ് ഈ സ്റ്റുഡൻറ് ഓണ്ടർപ്രണർ എന്നുള്ള ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടത്. ഓക്കെ, നമ്മൾ ആ വർക്ക്ഷോപ്പിലൂടെ ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി സെലക്ഷൻ പ്രൊസീജിയർ നടത്തിയാൽ സെലക്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ ട്രെയിനിങ്ങിന് പോവും. ബിസിനസ് ആൻഡ് ടെക്നിക്കൽ ടോപ്പിക്കിൻ്റെ ട്രെയിനിങ്ങിന് നമ്മൾ പോവും, റെഗുലർലി നിരന്തരം പോവും. ഓക്കെ, ഇങ്ങനെ ഇത്തരം രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇനീഷ്യേറ്റീവാണ്. എന്തിനു വേണ്ടി? ടു ബിക്കം എ ഇന്നോവേറ്റേഴ്സ്. പുതിയ പുതിയ ഐഡിയകളും ചിന്തകളും പഴയ കാര്യങ്ങൾ പുതിയ വഴികളിലൂടെ ചെയ്യാനുള്ള രീതികളും ഒക്കെ മുന്നോട്ട് വരുന്നതിനുള്ള ഒരു ഇന്നോവേഷൻസ് അല്ലെ, ഒരു ഇന്നോവേറ്റർ എന്നുള്ള അല്ലെങ്കിൽ ഓണ്ടർപ്രണർ എന്നുള്ള ചിന്തയിലേക്ക് എത്തേണ്ട ഒരു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഒരു എൻകറേജ്മെന്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഒരു സ്റ്റുഡൻറ് ഓണ്ടർപ്രണർ എന്നുള്ള ഭാഗത്തിന് വേണ്ടി എല്ലാ സർക്കാരുകളുടെയും സപ്പോർട്ട് ഇതിന് കാരണമാകും. അങ്ങനെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനേറെ പറയുന്നു, നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. All universities in Kerala will give 5% grace marks and 20% attendance to student startup. ഒരു വിദ്യാർത്ഥി അവൻ സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സ്റ്റാർട്ടപ്പുകളൊക്കെ ഓണ്ടർപ്രണറിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഒരു വിദ്യാർത്ഥി സ്വയം സംരംഭത്തിന് ഒരുങ്ങുമ്പോൾ അതിനെ എൻകറേജ് ചെയ്യണം എന്നുള്ള രീതിയിൽ കേരള സർക്കാർ അല്ലെ അല്ലെങ്കിൽ അതായത് സ്റ്റേറ്റ് സർക്കാരുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഒരുപാട് ഏജൻസീസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഏജൻസീസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ആ ഏജൻസീസിൻ്റെ ഒക്കെ പുറമെ എല്ലാ സർവകലാശാലകളും, കേരളത്തിലെ എല്ലാ സർവകലാശാലകളും 5% മാർക്ക് ഗ്രേസ് മാർക്കായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ 20% അറ്റൻഡൻസ് സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എല്ലാ തലത്തിലും ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം കോൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വഴികളിലൂടെ നടന്നു പോകുക. അതിന് ഞാൻ പറഞ്ഞു, ഓരോ കോളേജുകളിലും ഒരു ഓണ്ടർപ്രണർഷിപ്പിന് ഡെവലപ്പ് ചെയ്യുന്ന സെൽസ് അവൈലബിൾ ആണ്. അവിടെ ഒരു നോഡൽ ഓഫീസേഴ്സ് ഉണ്ടാവും. അവരിതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പങ്കെടുത്തതിന് ശേഷം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെക്നിക്കൽ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഐഡിയാസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് പങ്കെടുക്കാം. അതിന് എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഗ്രേസ് മാർക്കൊക്കെ അവൈലബിൾ ആണ്. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്ര മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു സമയത്ത് വളരെ എഫക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.